എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഇന്നും വളരെ രസകരമായി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് രസകരമായിട്ട് നല്ലോണം സംസാരിക്കുന്ന രണ്ട് സഹോദരന്മാരെയാണ് നമുക്ക് അതിഥികളായിട്ട് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും മലയാള സിനിമയിലെ പ്രതിഭാധനനായ ഒരു കലാകാരൻ്റെ മക്കളാണ്. അതെ, വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനുമാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. ഓണാശംസകൾ ആദ്യമേ തന്നെ. ഇപ്പോൾ ഓണത്തിന് കുഞ്ഞി രാമായണം എന്ന സിനിമയിലൂടെയാണ് നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരുമിച്ച് എത്തുന്നത് ഇപ്പോഴാണ് ഒരു സിനിമയിൽ ചേട്ടനും അനിയനും. ഞാൻ പറഞ്ഞു അച്ഛമ്മയുടെ പ്രതിഭാധനനായിട്ടുള്ള ഒരു കലാകാരനാണ്. മൂത്ത മകൻ ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയണം. അച്ഛനെയും കടത്തി വെട്ടിച്ച് വേറെയും പാട്ടിലേക്കും സംഗീതത്തിലേക്കൊക്കെ അതിലും കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അനിയൻ്റെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ എല്ലാവരുടെയും ഹീറോ ചിലപ്പോൾ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും പറയും അച്ഛനാണ് എൻ്റെ ഹീറോ, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു ഹീറോയിസമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന്. ഞാൻ നോക്കുമ്പോൾ വീട്ടിലപ്പോൾ രണ്ട് ഹീറോസാണ്, അച്ഛനും ഉണ്ട് ചേട്ടനും ഉണ്ട് ഹീറോ. ആണോ? ആരാണ് കൂടുതൽ ഹീറോ ആയിട്ട് നോക്കുന്നത്, അച്ഛനെയാണോ ചേട്ടനെയാണോ? അപ്പോൾ രണ്ടുപേരല്ല, ധ്യാനാണ് ഹീറോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ ഭാഗ്യം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കുഞ്ഞി രാമായണം എന്ന സിനിമയിലൂടെയാണ്. സോറി, ഞാൻ തന്നെ അതെന്ന് പറയാൻ അല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സിനിമയാണ് കുഞ്ഞി രാമായണം. അപ്പോൾ രാമായണം എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഒരു എപ്പിക്കാണ്, ഒരു ഇതിഹാസം തന്നെയാണ് രാമായണം. ആ രാമായണം തിരുത്തി കുറിക്കുന്ന എന്തെങ്കിലും ഒരു മോഡേൺ കണക്ട് ഈ രാമായണത്തിലുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല, ഒരു ബന്ധമില്ല, പേര് മാത്രം സാമ്യമുള്ളൂ. പേര്, അതായത് ഇതില് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് കുഞ്ഞിരാമൻ എന്നുണ്ട്. പക്ഷെ അതുകൊണ്ടും അല്ല ഈ സിനിമയ്ക്ക് കുഞ്ഞിരാമായണം എന്ന പേര് വന്നത്. ഇപ്പൊ രാമായണം എന്ന് പറയുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥ, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. കുറേ ചെറിയ ചെറിയ കഥകൾ, എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിരാമായണത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നായകൻ എന്ന് പറയുന്ന ആളൊന്നുമില്ല. ഇതിലെല്ലാവരും നായകന്മാരാണ്. എല്ലാവരുടെ കഥയ്ക്കും പ്രാധാന്യമുണ്ട്. ആ ദേശം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും മണ്ടന്മാരാണ്. എല്ലാവരും മണ്ടന്മാരാണ്. അപ്പോൾ പക്ഷെ എല്ലാവരും വളരെ സീരിയസുമാണ്. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മണ്ടത്തരമായിട്ട് തോന്നുന്നു. ചെയ്യുന്ന പോലത്തെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ആ ദേശത്തിൻ്റെ കഥയാണ് ഈ സിനിമയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ ബേസിലിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു കുഞ്ഞിരാമായണം എന്നുള്ള പേര് വെക്കാന്ന്. ഒരു കുഞ്ഞിരാമായണം, ഒരു ഹമ്പിൾ ആയിട്ടുള്ള സിനിമ, കുഞ്ഞിരാമന്റെ കുഞ്ഞിരാമായണം. അപ്പോൾ എന്തായാലും കുഞ്ഞിരാമനായിട്ട് വിനീത് ശ്രീനിവാസൻ തന്നെ വേണമെന്ന് ബേസിലിന് മനസ്സിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും തുടക്കത്തിലെ പോലെ. എനിക്ക് തോന്നുന്നത് അവൻ വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ഡേറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. കാരണം പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ ശരിക്കും അച്ഛൻ്റെ ഒരു ലുക്ക് അച്ഛനെ പോലെ തന്നെയുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ. ഇനി അങ്ങനെ ശ്രീനിവാസനെ പോലെ ഇരിക്കുന്ന ഒരു നടനെ വേണം എനിക്ക് കുഞ്ഞിരാമനായിട്ടെന്ന് ബേസിലിന് മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു തവണ ചോദിച്ചു, എടാ നീ എന്തുകൊണ്ട് എന്നെ കാസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം പോയി 1-2 പേരൊന്നും എനിക്ക് ഡേറ്റ് തന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദുഷ്ട, അതുകൊണ്ടാണ് നീ എൻ്റെ അടുത്തൊന്ന് കഥ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു അതല്ല, അവൻ പറഞ്ഞു ഇപ്പം എൻ്റെ അച്ഛന് ഒരു 25 വയസ്സോ 30 വയസ്സ് പ്രായമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉള്ളുമായിരുന്നു. അപ്പൊ അവൻ ആ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ അപ്പോൾ ലുക്ക് എങ്ങനെ വേണം അതേപോലത്തെ തന്നെ ലുക്ക് വേണമെന്നൊക്കെ അതൊക്കെ അതിന് തന്നെ ശരിക്കും പുഷ് ചെയ്തത് അജുവാണ്. അജുവിന് ഈ ലുക്ക് ചേഞ്ച് ചെയ്ത് നല്ല പരിചയമാണ്. അജുന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ധ്യാനിന്റെ രണ്ടാമത്തെ സിനിമയാണ്. ചേട്ടനൊപ്പം അഭിനയിക്കുന്നത് ആദ്യം ഈ ചിത്രത്തിലാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ കുഞ്ഞിരാമായണത്തിൽ? ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻസ് തുടക്കത്തിലും ഒടുക്കത്തിലേ ഉള്ളൂ. അത് ഒടുക്കത്തെ കോമ്പിനേഷനായി പോയോ? അപ്പൊ ഇങ്ങനെ സംവിധായകനായ ചേട്ടനാണോ നല്ലത്, കോസ്റ്റാർ ആയിട്ടുള്ള ചേട്ടനാണോ നല്ലത്, ഒന്നുമല്ല വീട്ടിലുള്ള ചേട്ടനാണോ നല്ലത്? ഞങ്ങളൊരു സാധനം ഷൂട്ട് ചെയ്ത സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു. പുള്ളി ഒന്ന് എന്നെ പേടിപ്പിച്ച് ഞങ്ങള് കുഞ്ഞിരാമൻ അപ്പൊ ഞാനാണെങ്കിൽ മണ്ടൻ, ഈ പറഞ്ഞ പോലെ മണ്ടന്മാരുടെ ഒരു ഗ്രാമമാണല്ലോ. അപ്പോൾ മണ്ടന്മാരിൽ ഒരു മണ്ടൻ. അപ്പൊ എനിക്ക് സീന് വന്നപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി, ഓർമ്മയില്ലേ? എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കണ്ണടച്ചേക്കണേന്ന് പറഞ്ഞു ദേഷ്യപ്പെടുമ്പോ. ഞാൻ ആ സീൻ മൊത്തം കണ്ണടച്ചിട്ട് ഓപ്പോസിറ്റിലേക്ക് കണ്ണടച്ചിട്ടാണ് എന്റെ സജഷൻ വെച്ചിരുന്നത്. അപ്പൊ കണ്ണടച്ചിട്ടാണ് എന്റെ റിയാക്ഷൻ ഡയലോഗൊക്കെ. ഞാൻ പൃഥ്വിരാജിനൊക്കെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് അലക്കാണ്, ഇവൻ നിന്ന് ചിരിയാണ്, കാരണം കോമഡിയാണ്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വിനീത് ചെയ്തിട്ടുള്ള സിനിമയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സിനിമ എന്നൊക്കെ പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള ക്രൂ അല്ലെങ്കിൽ ടീമായിരിക്കും എല്ലാത്തിൻ്റെയും. വിനീതിലൂടെ സിനിമയിലേക്ക് വന്നവരും ഒരുപാട് പേര്. കാരണം ഞാൻ അജുവിനെയും നീരജിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരിങ്ങനെ ഭയങ്കര റെസ്പെക്റ്റോടു കൂടിയാണ് വിനീതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഭയങ്കര സുഹൃത്തുക്കളൊക്കെയാണ്.
അപ്പോൾ അതേപോലെ ഒരു എപ്പോഴും ഒരു യങ് ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്ന ഒരു തോട്ട് വിനീതിൽ എപ്പോഴും ഉണ്ടോ ശരിക്കും? കുറേ ആൾക്കാർ ഇനിയും ഒരുപാട് പേര് വരണം സിനിമയിലേക്ക്, അപ്പോൾ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ എന്തായാലും ചെയ്തു കൊടുക്കും. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഈ എന്താ പറയുക, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നടന്മാരെന്ന് പറയുന്നത് ഒരു 4-5 പേരുണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ നമ്മുടെ സിനിമ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ ചോയ്സസ് കുറയാണ്. അപ്പോൾ ഡയറക്ടേഴ്സ് എല്ലാവരും ഒരേ ആക്ടേഴ്സിൻ്റെ പിന്നാലെ തന്നെ. അതെ, അപ്പോൾ ഒരു സഹോദരൻ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി ഒരു സംവിധായകനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ധ്യാനിന് ഏറ്റവും പറ്റിയ റോളുകൾ ഏതായിരിക്കും? തീരെ മാറ്റി നിർത്തി. ഇനി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഏത് ഹീറോ ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും? ഞാനല്ലേ ഹീറോ എന്ന് നേരത്തെ ചോദിച്ചു. ഞാനിപ്പോ ക്യാമിയോ മാത്രം അല്ല, അങ്ങനെയൊന്നും എല്ലാം സ്വാഭാവികം. എനിക്കിത് കുഞ്ഞിരാമായണം കണ്ടപ്പോൾ ധ്യാനം ശരിക്കും ധ്യാൻ്റെ പെർഫോമൻസ് ഞാൻ തിര കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ശരിക്കും. എന്തായാലും ഇപ്പോൾ ചേട്ടൻ തിരക്കഥ എഴുതുന്നു, സംവിധാനം ചെയ്യുന്നു, അഭിനയിക്കുന്നു, പാട്ട് പാടുമോ? ധ്യാനും പാട്ട് പാടുമോ? ചേട്ടനെ നോക്കും. പാടിക്കോ? പാടുവോ? പിന്നെ നന്നായിട്ട് പാടും. ധ്യാൻ പാട്ട് പാടും. ഇത് പാട്ട് പാടുന്ന ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പാടില്ല. പാടില്ലേ? ധ്യാനം പാട്ട് പഠിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഞങ്ങൾ നാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും വൈകുന്നേരം ഇരുന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ധ്യാൻ്റെ പാട്ടുമാഷ് വരും. അപ്പോൾ പാട്ടുമാഷ് വരുമ്പോൾ ഞാൻ ശനി ഞായറും തലശ്ശേരിയിൽ പോയിട്ടാണ് പാട്ട് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്രിക്കറ്റ് കളിയൊന്നും മിസ്സാവില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധ്യാൻ്റെ മാഷ് വന്ന് ധ്യാനെ പാട്ട് പഠിക്കാൻ വിളിക്കും. അപ്പോൾ ഇവന് ഭയങ്കര വിഷമമാണ്, ക്രിക്കറ്റ് വിട്ട് പോകണ്ട. അപ്പം ഞങ്ങളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കും, ഇവൻ പോവും. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വന്നിട്ട് മുകളിൽ നിന്ന് നിങ്ങളെല്ലാവരും കളിക്കുന്നതുകൊണ്ട് ധ്യാനം പാട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കളി നിർത്തുക. എന്നിട്ട് ഇവനും മാഷും മുകളിൽ ഇരുന്നിട്ട് പഴംപൊരി കഴിച്ചോണ്ടിരിക്കും. ഇവരെ പ്രാക്ടീസും ചെയ്യൂല. ഞങ്ങള് പണ്ട് ഡാൻസ് പഠിക്കാൻ പോയിരുന്നു. ക്ലാസിക്കൽ ഡാൻസ് അല്ലല്ല, ഡാൻസ് പഠിക്കാൻ പോയതല്ല, വീട്ടിൽ വന്ന് പഠിപ്പിച്ചത്. എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. കുച്ചിപ്പടി. പക്ഷെ ഡാൻസ് മാത്രം ഒരു രക്ഷയില്ല. അത് എന്തൊക്കെ ചെയ്തിട്ടും അത് വഴങ്ങുന്നില്ല. അതായത് ഒരു ഏത് ഭാവമാണ് വരാതിരുന്നത്, അല്ലെങ്കിൽ മെയ് വഴക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ ഹിപ്പ് അനങ്ങുന്നില്ല. എങ്ങനെ നോക്കിയിട്ടും കലാ മാസ്റ്ററും ബൃന്ദ മാസ്റ്ററും ഒക്കെ വന്ന് ഞാൻ സൈക്കിളിൽ അഭിനയിക്കുമ്പോൾ ഒരു ഭയങ്കര കോമഡി നടന്നിട്ടുണ്ട്. ബൃന്ദ മാസ്റ്റർ ഉഗ്ര മാസ്റ്ററാണ്. മാസ്റ്റർ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണല്ലോ വരുന്നത്, ഒരുപാട് സ്റ്റെപ്പുകൾ മനസ്സിലിട്ടാണ് വരുന്നത്. അപ്പൊ ഇവര് വന്ന് ഇവരുടെ അസിസ്റ്റന്റിന് കുറെ സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. മാസ്റ്റർ കളിക്കൂല, മാസ്റ്റർ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പോൾ ഈ അസിസ്റ്റന്റ് വന്ന് എന്നെ പഠിപ്പിച്ചു തരും. അപ്പൊ ഞാനിത് കളിക്കുന്നത് മാസ്റ്റർ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പുറകിൽ നിന്ന് ഇങ്ങനെ കാണാം. അപ്പൊ മാസ്റ്ററുടെ മുഖം മാറുന്ന എനിക്ക് കാണാം. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ഇത് ഇവരുടെ അടുത്ത് അവനെ ഫ്രീ സ്റ്റൈൽ പണ സൊല്ല്. പിന്നെ ഞാൻ തോന്നിയ പോലെയാണ്. പക്ഷെ എനിക്കൊന്ന് വിനീതിലും കൂടുതൽ ഡാൻസിൽ താല്പര്യം ധ്യാനാണോ? എന്നെക്കാളും ബെറ്റർ അപ്പൊ അതില് കോൺഫിഡൻസ് ഉണ്ട്. കുടുംബത്തിൽ ഞാനായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. അച്ഛനും ഡാൻസ് ചെയ്യുന്ന കാര്യം അച്ഛൻ വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് ചെയ്യും. ഞങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണ്. കുഞ്ഞിരാമായണത്തിലും വിനീത് പാട്ട് പാടിയിട്ടുണ്ട്. ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ പാട്ട് നമുക്ക് പാടിത്തരും. ഓണൊക്കെ അല്ലേ, പാട്ടൊക്കെ പാടാം. വിനീത് അതിപ്പോ ധ്യാനം അറിയോ പാട്ട്? അയ്യോ, ആ പാട്ട് എനിക്കറിയില്ല. എന്നാ ധ്യാനം അറിയാവുന്ന ഒരു പാട്ട് പറയും. അല്ല, ഇത് പാടാലോ. ആയിക്കോട്ടെ. അയ്യയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണീലോ കണ്ണീരിൻ പെരുമാരി. അയ്യയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണീലോ കണ്ണീരിൻ പെരുമാരി. എന്താണെടോ ഏതാണെടോ എങ്ങാണെടോ ഒരു കച്ചിത്തുരുമ്പ്, വീണ്ടും വീണ്ടും ഒരു ശാപശകുനപ്പിഴയായി ഞാനീ നാട്ടിൽ വീട്ടിൽ പുഴുവായി ഇഴയുന്നേ. ചത്തേ ഇനി കാല് രണ്ടും കൂട്ടിക്കെട്ട് തെക്കേ ദിക്കിൽ എവിടേലും
കുഴിമാന്ത്. അപ്പോൾ ഇതാണ് ഓണത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്ന വിനീതിന്റെ ഓണപ്പാട്ടൊന്നും ഓണപ്പാട്ടല്ല, കുഞ്ഞിരാമായണത്തിലെ പാട്ടാണ്, ഓണപ്പാട്ടേ അല്ല. സംഗീതം നൽകിയിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ മ്യൂസിക് ഡയറക്ടർ എവിടെ, ഞാൻ ആളെ കാണുന്നില്ല, എന്നെക്കാളും ചെറിയൊരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണാനും പറ്റാറില്ല. അങ്ങനെ എന്നിലും ചെറിയ ആൾക്കാരുണ്ടല്ലോ ഉണ്ട്. അച്ഛൻ്റെ അഭിപ്രായം എന്തായിരിക്കും നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ച ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ? ഇല്ല അച്ഛന് ഓൾറെഡി ഐഡിയ ഉണ്ടോ ഇങ്ങനത്തെ ഒരു സിനിമയാണ്, ഒരു ഔട്ട്ലൈൻ അച്ഛൻ്റെ മനസ്സിലുണ്ടോ? അച്ഛനറിയാം. അറിയാം. കാരണം ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ E4 എന്റർടൈൻമെന്റ്സിന്റെ അച്ഛനുമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം, ഡെയിലി അറിയുന്നുണ്ട്. മക്കൾ എന്താണ് അവിടെ ഞങ്ങളോടൊന്നും പറയാറില്ല, ചോദിക്കേണ്ടി വരാറില്ല. അത്രയും നല്ല മക്കളാണ് ഞങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും മക്കൾ രണ്ടുപേരും ഭയങ്കര ഭക്ഷണപ്രിയരാണെന്ന് അച്ഛൻ അറിയാവുന്നതുകൊണ്ടാണ് അച്ഛൻ വീട്ടിൽ തന്നെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് കളയാമെന്ന് വിചാരിച്ചത്? അച്ഛന് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ്, കൃഷിയോട് പണ്ടോട്ടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, പണ്ടോട്ടെ പറയുമായിരുന്നു. അപ്പോൾ നാട്ടിൽ താമസിച്ചിരുന്ന സമയത്തും പറമ്പത്ത് ഒരുപാട്, ഇവർ താമസിച്ചിരുന്ന വീടിന്റെ മുമ്പിലുള്ള പറമ്പിൽ തന്നെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മരുന്നടിക്കാത്ത, വിഷം കലർത്താത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അച്ഛൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിലാണ് ഈ സംഗതി തുടങ്ങിയത്, ഓർഗാനിക് ഫാമിംഗ്. ഇപ്പം അത് ഒരുപാട് പേര് അതിന്റെ കൂടെ ചേർന്ന് അതൊരു വലിയ സംരംഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെ സഹായിക്കാറുണ്ടോ ധ്യാൻ? ആരെങ്കിലും ആരെങ്കിലും സഹായിക്കാറുണ്ടോ? പോയി കാണാറുണ്ടോ അച്ഛൻ്റെ ഫാം? കാണാറുണ്ട്. എനിക്ക് ചോദിക്കട്ടെ, എന്തൊക്കെ പച്ചക്കറിയുണ്ട് അച്ഛൻ്റെ ഫാം? മഴയത്താണ് എല്ലാം തഴച്ചു വളരുന്നത്. അപ്പൊ എനിക്ക് ഒരു മേഖല കൊണ്ട് ചോദിക്കാൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ കൃഷിയിൽ താല്പര്യമുണ്ടോ? നിങ്ങൾക്കുണ്ടോ താല്പര്യം? അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ മനസ്സിലേക്ക് കോൺസെൻട്രേഷൻ സിനിമയിലാണ്. എനിക്ക് അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും അതിലോട്ടുള്ള താല്പര്യത്തിലേക്ക് വരുമായിരിക്കും. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമല്ലോ. ഞാൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, ധ്യാനം അധികം ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. എന്റെ പ്രായമാകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആലോചിച്ചു തുടങ്ങും. അല്ല, ഞങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ ഡെയിലി. ആരാണ് കൂടുതൽ ഭക്ഷണപ്രിയൻ? ഞങ്ങൾ രണ്ടുപേരും കാര്യത്തില്. ഒരു ഇഡ്ഡലി മത്സരം നടത്തിയ ആര് ജയിക്കും? എന്നാ വേണ്ട, അതിന് ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ പേര് ആ മത്സരം. ബിരിയാണി മത്സരം, മട്ടൻ ബിരിയാണി മത്സരത്തിൽ ആര് ജയിക്കും? പക്ഷെ ധ്യാനേ ജയിക്കുള്ളൂ. ഇവനും ഹൈ മെറ്റബോളിസം ആയതുകൊണ്ട് ശരീരത്തിൽ കാണൂല. ഞാൻ കഴിക്കുന്ന മൊത്തം ഇങ്ങനെ കാണും. അപ്പൊ ഒരു ഇരുന്നിരിപ്പിൽ എത്ര മട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റും? 3-3.5 ബിരിയാണി കഴിക്കാൻ പറ്റുമോ? അതിപ്പോ ജിമ്മൊക്കെ അടിക്കുന്നോണ്ട് പറ്റും. ജിമ്മിലൊന്നും പോകാറില്ല, മാത്രമാണ്. പണ്ട് ജിമ്മിൽ പോയതിന് പടത്തിന് മുമ്പ് കുഞ്ഞിരാമായണത്തിന് അങ്ങനത്തെ ഒരു തടി വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ എന്നോടൊക്കെ തടി വെച്ചോളാൻ പറഞ്ഞു. എന്തേലും തടി മീശയൊക്കെ നല്ലോണം. എനിക്ക് ഈ കൃത്യമായിട്ടുള്ള ചില പ്രശ്നമുണ്ട്. ഈ ചെഗുവേരയുടെ മീശ പോലെയാണ്. അത് ഇതില് കിട്ടും, ഒരു ഒഴുകിയ മുടി ഇങ്ങനെ. ആ ലുക്ക് വന്നപ്പോ അതങ്ങനെ അങ്ങ് വർക്കൗട്ട് ആയി. പിന്നെ മീശയുടെ പ്രശ്നം ഇതാണ്, ചെഗുവേരയുടെ പോലത്തെ മീശ. പിന്നെ അജുവിന്റെ ക്യാരക്ടറിനെ പറ്റും. അജു റിയൽ ക്യാരക്ടർ അല്ലല്ലോ. ഞാനിപ്പോ ഇപ്പൊ അഭിനയത്തിൽ മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ പതുക്കെ ചേട്ടൻ ഇങ്ങനെ ചവിട്ടുപടി വെച്ച് കയറി വന്ന പോലെ ഓരോ മേഖലയായിട്ട് ഇങ്ങനെ വരുമോ? തിരക്കഥ, സംവിധാനം, പാട്ട് ഇപ്പൊ ഇഷ്ടമല്ലെങ്കിലും അപ്പ ഇൻഹിബിഷനൊക്കെ മാറി വലിയ പാട്ടുകാരനാവാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ അടുത്ത വർഷം വേറൊരു മേഖലയിലോട്ട് ചവിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? അതും ഇപ്പൊ സർപ്രൈസ് തന്നെയാണ്. അപ്പോൾ കുഞ്ഞിരാമായണത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് കിട്ടിയത് ഈ സിനിമയിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ട് വരുമോ? ചേട്ടൻ എന്നെ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂന്ന് വിളിച്ചാൽ? ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന തന്നെ കുറവാ. അതുകൊണ്ട് നിങ്ങളോട് നന്ദി പറയുന്നു. അപ്പൊ കുഞ്ഞിരാമായണം കാരണം നിങ്ങൾക്ക് ഒരുമിച്ച് നടത്താനും പറയാൻ പറ്റി. എങ്ങനെയാ ചേട്ടൻ വീട്ടില്? ഞങ്ങൾ വേറെ വീട്ടിലാ? അതിപ്പോ അതിന് മുമ്പത്തെ കാര്യം ചോദിച്ചത്. മുന്നേ പോലും ഞങ്ങൾ ഒരുമിച്ചാ വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പൊ ഈ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കാണുള്ളൂ. ചെന്നൈയിൽ ഞങ്ങൾ രണ്ടുപേരും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഒരു 2-3 വർഷം ചെറിയ ഫ്ലാറ്റ്. ഞങ്ങൾ കുറെ വർഷം അവിടെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴാണ് ഒരേ ഫ്ലാറ്റിലുള്ള ആൾക്കാർ നിങ്ങൾ ഒരുമിച്ചാണ് അവിടെ താമസിക്കുന്നത്. ഞാൻ പകലായിരിക്കും എന്റെ എഴുത്ത് ഒക്കെ ഉണ്ടാവും. ധ്യാന് ഏർലി മോർണിംഗിനാണ് വരിക. ഇവന്റെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള കറക്കൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വരുള്ളൂ.
രാവിലെ വന്ന് ഉറങ്ങും, ഏട്ടൻ രാത്രി പോകും. അങ്ങനെ ഭയങ്കര ഓഡ് ടൈമിങ്സ് ആയിരുന്നു നമ്മൾ രണ്ടുപേരുടെ. ഏത് സമയത്തും എപ്പോ വിളിച്ചും സഹായം ചോദിക്കാവുന്ന ചേട്ടനാണോ വിനീത് ശ്രീനിവാസൻ? അതെ, ഒന്ന് വിളിക്കാനില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്നെ വേറെ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കും. പ്രത്യുപകാരം അത് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് എന്നെ ആ സമയത്ത് വിളിച്ചിരുന്ന എയർപോർട്ട് ഡ്രോപ്പാണ് രാവിലെ സമയത്ത്. അതിനാണ് വിളിക്കാറ്. എന്നൊന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. 4 മണി 4:30 ആകുമ്പോൾ എന്നെ വിളിച്ചോണ്ട് പോകും. അതല്ലാതെ വേറെ എനിക്ക് ആ സമയത്ത് വേറെ ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഡ്രോപ്പ് ചെയ്യാൻ. അതാണോ ചേട്ടൻ എന്ന രീതിയിൽ മാത്രം കേട്ടോ, സംവിധായകനും നടനും ഗായകനൊക്കെ അവിടെ നിൽക്കട്ടെ, ചേട്ടൻ്റെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തായിരിക്കും? ഇഷ്ടമല്ലാത്ത കാര്യം അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിക്കാറില്ല. എന്തിനാണ് അല്ല ഇപ്പൊ എന്തൊരു നല്ല സഹോദരൻ. അതുകൊണ്ടല്ലേ ചേട്ടൻ്റെ കാര്യം എനിക്ക് അങ്ങനെ ഇടപെടാറൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ധ്യാനം വെച്ച് നോക്കുമ്പോൾ വിനീതാണ് സീനിയർ. അച്ഛൻ ഭയങ്കര സീനിയറാണ്, പക്ഷെ എന്നാലും അനിയന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായാലും ആരും ഉപദേശിക്കരുത്. അത് മാത്രം അഡ്വൈസ്. ഞാൻ ഉപദേശിക്കരുത്. അതുകൊണ്ട് തന്നെ ചേട്ടനെ ഉപദേശിക്കാറില്ല. അച്ഛൻ നിങ്ങളോട് രണ്ടോടെ എന്തെങ്കിലും പറയാറുണ്ട്? എഴുത്തിന്റെ കാര്യത്തിൽ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. മലർവാടിയുടെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഇപ്പോഴും ആലോചിക്കുന്നത്. പണ്ടൊരു കാര്യം അങ്ങനെ അടുത്ത് പറഞ്ഞു ഞാൻ കേട്ടോ, സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൊണ്ടുവന്ന ചിലവരൊക്കെ തിരുത്താനും അടിക്കുന്ന ആരടുത്താ എനിക്കത് ഓർമ്മയില്ല. നീ എഴുതി വെച്ച ബൈബിളൊന്നുമല്ലോ തിരുത്താൻ എപ്പോഴും പറഞ്ഞത്. ഞാൻ ബൈബിള് വരെ പല വേർഷനും വന്നിട്ടുണ്ട്, പഴയ നിയമം പുതിയ നിയമം. അപ്പൊ തിരുത്താനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് അച്ഛൻ തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപദേശം. ഇപ്പൊ വിനീതിന് എങ്ങനെ തിരക്കഥ എഴുതാനാണ് ഇഷ്ടം? ഓരോ സമയത്ത് ഓരോ മാനസികാവസ്ഥയാണ്. എനിക്ക് ഈ എഴുത്തിന് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നത് അണ്ണാനഗറിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെന്നൈയില് തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. അപ്പം 4 മണിയാവുമ്പോൾ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങും. അതൊരു 9 മണി വരെ, ഈ ഉത്സവകാലത്ത് 9 മണി വരെ പോകും. പിന്നെ വൈകുന്നേരം ഒരു 4 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് വരെ പോകും. അപ്പം ഞാൻ എഴുതാനിരിക്കുന്ന സമയം തൊട്ട് അമ്പലത്തിൽ നിന്ന് ഇതായിരിക്കും. ഞാൻ ദൈവത്തിന് കൈ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നിർത്താൻ പറയും. അതെ, അങ്ങനെ ഓരോ മൂഡ് അനുസരിച്ച് എഴുതാൻ സാധിക്കും. എവിടെ വേണമെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് ഓരോ സമയത്ത് ഇടയ്ക്ക് യാത്ര ചെയ്ത് എഴുതാൻ തോന്നും. പിന്നെ കാശ് കുറച്ച് കുറയുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെയൊക്കെ. കാശിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓണത്തിൽ നിന്നൊന്ന് വിഷുവിലേക്ക് പോക്കോട്ടെ, കുഴപ്പമുണ്ടോ? ചേട്ടൻ എപ്പോഴെങ്കിലും വിഷു കൈ നീട്ടം തന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ തന്നിട്ടുണ്ട്, എന്റെ കണക്കുണ്ട്. ഏത് വിഷു ഇപ്പൊ പറയണം? ഏപ്രിലാണ് വിഷു. ഏത് വർഷം? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അല്ലാതെ ആ സമയത്ത് കുറെ കൈനീട്ടം എന്നുള്ളൊരു ചടങ്ങില്ലാതെ ഡെയിലി ബേസിൽ ഞാൻ പൈസ ചേട്ടൻ എവിടെയാണ് പൈസ വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അറിയാം. ഞാൻ പൈസ ചേട്ടന്റെ ഷർട്ടിന്റെ പോക്കറ്റ് ആണോ ATM? പേഴ്സ് ആണോ ധ്യാനിന്റെ ATM? അല്ല, ധ്യാനം സ്ട്രേറ്റ് ചോദിക്കും. ഞാൻ ആ സമയത്ത് അമ്മയുടെ അടുത്ത് നന്നായിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാലൻസ് ആയി. ഞാൻ എനിക്ക് കിട്ടുമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കാം. അതെ, ഇനി ബൈക്ക് ഉണ്ട് ചെന്നൈയില്, ഞാനത് മെല്ലെ വിൽക്കാനുള്ള പരിപാടിയാണ്. അത് പറയാൻ പറ്റും. ഇപ്പൊ വിറ്റിട്ട് ഒരു കാർ ഗിഫ്റ്റ് ആയിട്ട് തരാനാണെങ്കിലോ? അങ്ങനെ ഒരു ചിന്ത. കല്യാണം കഴിഞ്ഞ ശേഷം. അപ്പോൾ എന്തായാലും ഓണാണ്. ഓണത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനിത് ഈ ഷോ എന്തായാലും അവസാനിപ്പിക്കുന്നുള്ളൂ. ഓണത്തിന് എല്ലാ കൊല്ലം വീട്ടിൽ തന്നെ വേണമെന്ന് രണ്ടുപേർക്കും നിർബന്ധമുള്ള കാര്യമാണോ? അങ്ങനെ അങ്ങനത്തെ യാതൊരു നിർബന്ധവും ഇല്ല. എവിടെയാണെങ്കിലും ഞങ്ങൾ ഓണസദ്യ കൊണ്ടിരിക്കും. അമ്മയ്ക്ക് നിർബന്ധമാണോ നിങ്ങൾ വീട്ടിൽ വേണം? ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓരോ സമയത്ത് ഓരോ സ്ഥലത്തായിപ്പോ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഓണത്തിന്റെ സമയത്ത് എനിക്ക് എപ്പോഴും സ്റ്റേജ് ഷോസ് ഉണ്ടാവും. നമ്മൾ സ്റ്റേജ് ഷോസ് ചെയ്യുന്ന ഒരു ടൈമില് മിക്കവാറും അതുള്ള സ്ഥലത്തായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകും. സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരു സ്റ്റേജ് ഷോയിൽ ധ്യാനെ വിളിച്ചാൽ ഡാൻസ് കളിക്കാനായിരിക്കും ഇഷ്ടം, പാട്ട് പാടാനായിരിക്കും ഇഷ്ടം? നീ പോവില്ല. സ്റ്റേജ് ഷോ ഭാഗത്തേക്കേ പോവില്ല. ബാക്കിൽ നിന്ന് കാണാം, കണ്ട് ആസ്വദിക്കാം അല്ലേ? അപ്പൊ എങ്ങനെ ധ്യാനം എല്ലാം ഭക്ഷണപ്രിയരായതുകൊണ്ടാണ് ഞാൻ പിന്നെ ചോദിക്കുന്നത്. അമ്മ ഉണ്ടാക്കിയ ഓണസദ്യ മിസ് ചെയ്യാൻ പറ്റില്ല, ഓണത്തിന് എവിടെയെങ്കിലും ഞാൻ വീട്ടിലെത്തിയിരിക്കും, ഇങ്ങനെയാണോ? അമ്മ അവിടെ സദ്യ അങ്ങനെ ഓണത്തിന് വീട്ടിൽ പോയാൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. വീട്ടിൽ പോയാൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പൊ വീട്ടിൽ അങ്ങനെ അധികം കൂടാൻ സാധിക്കാറില്ല. ഇതാണ് മെയിനായിട്ട്. എപ്പോഴെങ്കിലൊക്കെ ഈ
വർക്കില്ലാത്ത സമയമാണെങ്കിലേ വീട്ടിലുണ്ടാവാറുള്ളൂ. അപ്പോൾ ഉണ്ടാവുന്ന സമയത്ത് അമ്മ കുക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ അമ്മ കുക്ക് ചെയ്യുന്ന സാധനത്തിലൊക്കെ ഈ മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷെ അതിനൊരു ടേസ്റ്റും ഉണ്ടാവും. നിങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന പച്ചക്കറികൾ. അപ്പോൾ ഈ എന്താ പറയുക, മായം ചേർക്കാത്ത പച്ചക്കറിക്ക് തന്നെ ഭയങ്കര രുചിയാണ്. അപ്പോൾ അതിൽ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര. അപ്പോൾ അത് ആണ് മിസ് ചെയ്യുന്നത് ഓണത്തിനും ഓണസദ്യക്കും നിങ്ങൾ എല്ലാ വർഷവും. ഇക്കൊല്ലം അത് മിസ് ചെയ്തിരിക്കട്ടെ, രണ്ടുപേർക്കും ഓണത്തിന് വീട്ടിൽ പോകാൻ സാധിക്കട്ടെ. ഇക്കൊല്ലം നമ്മുടെ പടത്തിന്റെ റിലീസ് ഓണത്തിന്റെ അന്നാണ്. എവിടെയായിരിക്കും ഒരു പിടിയില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. ഓണാശംസകൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടി വേണ്ടി ഓണാശംസകൾ നൽകിയിട്ട് ഞങ്ങൾ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചേട്ടൻ അനിയൻ ഇനിയും ഒരുപാട് സിനിമകൾ ഇതുപോലെ ഒന്നിച്ച് വരട്ടെ. നല്ല ഹീറോ ആയിട്ട് അനിയനെ ഇനിയും ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു വിശ്വസിക്കുന്നു. കൊണ്ടുവരില്ലേ? നമുക്ക് നോക്കാം. സംഭവിക്കട്ടെ അല്ലേ? സംഭവിക്കുന്ന എല്ലാം നല്ലതിന്. അപ്പോൾ ഇനിയും സംഭവിക്കട്ടെ. അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും. രണ്ടുപേർക്കും ഓണാശംസകൾ, വീട്ടിലുള്ളവർക്കും ഓണാശംസകൾ. അച്ഛനുണ്ടാക്കിയ പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഓണസദ്യ കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അത് ഞങ്ങൾക്ക് അസൂയുണ്ട്, അത്രയും നല്ല ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ അവസരം കിട്ടുന്നത്. താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കുഞ്ഞിരാമായണം സൂപ്പർ ഹിറ്റ് ആവട്ടെ.